ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പറയുന്നത് ഉപഭൂഖണ്ഡം. ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രമാണ്. അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. സമുദ്രം ഒഴികെയുള്ള ഭൂമിയുടെ ഭാഗം കരയാണ്. പിന്നെ വിശാലമായ കരയുടെ ഭാഗങ്ങൾ അറിയപ്പെടുന്നത് കരയുടെ കഷണങ്ങൾ കഷണങ്ങൾ എന്ന അർത്ഥത്തിൽ ഭൂഖണ്ഡങ്ങൾ അഥവാ വൻകരകൾ എന്നാണ്. വ്യത്യസ്ത ഭൂപ്രകൃതി വിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന വലിയൊരു കരഭാഗം അറിയപ്പെടുന്ന ഭൂഖണ്ഡം എന്ന പേരിലാണ്. പിന്നെ ഭൂഖണ്ഡങ്ങളിലെ ഏതുപോലെ തന്നെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതി വിഭാഗങ്ങളും കാലാവസ്ഥയുമുള്ള വിശാല ഭൂഖണ്ഡ ഭാഗങ്ങളെ വിശേഷിപ്പിക്കുന്ന ഉപഭൂഖണ്ഡങ്ങൾ എന്ന പേരിലാണ്. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ തെക്കുഭാഗത്തെ ഇതര ഭാഗങ്ങളിൽ നിന്നും ഭൂമിശാസ്ത്രപരമായി വേറെടുത്ത് നിർത്തുന്നത് പാമിർ പീഠഭൂമിയാണ്. പിന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പാമിർ പീഠഭൂമിയാണ്. പിന്നെ ടിയാൻ ഷാൻ, കരക്കോറം, കൂൻലൂൺ, ഹിന്ദു കുഷ് എന്നീ പർവ്വതനിരകളുടെ സംഗമസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു പാമിർ പീഠഭൂമിയാണ്. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ അതിർത്തികളാണ് അടുത്തിട്ട് കൊടുത്തിട്ടുള്ളത്. വടക്ക് ഹിമാലയ പർവ്വതം, കിഴക്ക് അരക്കൻ പർവ്വതനിരകൾ, പടിഞ്ഞാറ് ഹിന്ദുക്കുഷ് പർവ്വതനിര, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്ന കാര്യങ്ങൾ. അടുത്തായിട്ട് ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, മാലദ്വീപ് തുടങ്ങിയവയാണ്. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള പർവ്വതനിരകളാണ് പാകിസ്ഥാനിൽ ഹിന്ദുക്കുഷ് പർവ്വതനിര, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിലായി ഹിമാലയ പർവ്വതനിര. പിന്നെ ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഹിമാലയ പർവ്വത മേഖലയിലാണുള്ളതെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് ഹിമാലയ പർവ്വതനിരകൾക്ക് തെക്ക് ഭാഗത്ത് വിശാലമായ സമതല പ്രദേശമാണ് ഉള്ളത്. പിന്നെ ഉത്തര മഹാസമുദ്രത്തിന് തെക്കുഭാഗം പീഠഭൂമിയാണെന്ന് പറയുന്നുണ്ട്. ഇതിന് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 150 മുതൽ 900 മീറ്റർ വരെ ഉയരം ഉള്ളതായി കണക്കാക്കുന്നുണ്ട്. പിന്നെ ഏറെക്കുറെ ത്രികോണാകൃതിയിലുള്ള ഈ ഭൂവിഭാഗം അറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമി എന്ന പേരിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറായി ഇന്ത്യയിലും പാകിസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന വരണ്ട ഭൂപ്രദേശമാണ് താർ മരുഭൂമി എന്നറിയപ്പെടുന്നത്. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ദൈർഘ്യമേറിയ തീരപ്രദേശമാണ് ഉള്ളത്. മാലദ്വീപ്, ശ്രീലങ്ക എന്നീ ദ്വീപ് രാഷ്ട്രങ്ങളും ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയ ചെറിയ ദ്വീപുകളും ദ്വീപ് സമുദ്രങ്ങളും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ പൊതുവെ അറിയപ്പെടുന്ന പേര് മൺസൂൺ കാലാവസ്ഥ എന്നറിയപ്പെടുന്നു. പിന്നെ ഉത്തരായന കാലത്ത് സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഉപഭൂഖണ്ഡത്തിലേക്ക് മുകളിലായിരിക്കുമ്പോൾ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും ഉപഭൂഖണ്ഡത്തിലേക്ക് വീശുന്ന കാറ്റുകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വ്യാപകമായ മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. പിന്നെ അറബ് സഞ്ചാരിയും എഴുത്തുകാരനുമായ അൽ മസൂദിയുടെ കൃതികളിൽ ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശ മാറുന്ന മൺസൂൺ കാറ്റുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ദക്ഷിണായന സമയത്ത് സൂര്യൻ്റെ സ്ഥാനം ഇന്ത്യൻ സമുദ്രത്തിന് മുകളിലാകുമ്പോൾ ഉപദ്വീപീയ ഭാഗത്തിൻ്റെ കിഴക്കൻ തീരങ്ങളിൽ വ്യാപകമായ മഴ ലഭിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇന്ത്യയുടെ സ്ഥാനമാണ് പറയുന്നത്. ഇന്ത്യ പൂർണ്ണമായും ഉത്തരാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഏഷ്യ. ഏഷ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ദക്ഷിണ മധ്യഭാഗത്താണ്. ഇന്ത്യ വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. പിന്നെ ഇന്ത്യയുടെ അക്ഷാംശവും രേഖാംശവുമാണ് അടുത്തതായിട്ട് പറയുന്നത്. ഭൂമധ്യരേഖ വടക്ക് ഉത്തരം അക്ഷാംശം 8°4 നോർത്ത് മുതൽ 37°6 നോർത്ത് വരെയാണ്. പിന്നെ പൂർവ്വ രേഖാംശം 68°7 ഈസ്റ്റ് മുതൽ 97°25 ഈസ്റ്റ് വരെയാണ്.
പിന്നെ അടുത്തായിട്ട് അക്ഷാംശ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ വടക്കു ഭാഗം ഉഷ്ണമേഖല അഥവാ ഉഷ്ണമിതോഷ്ണ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഭൂരൂപങ്ങൾ, കാലാവസ്ഥ, മണ്ണിനങ്ങൾ, സ്വാഭാവിക സസ്യജാലങ്ങൾ എന്നിവയിലെ വൈവിധ്യത്തിന് കാരണമായത് ഇന്ത്യ വ്യത്യസ്ത അക്ഷാംശീയ മേഖലകളിലായി വ്യാപിച്ചിരുന്നു എന്നതാണ്. പിന്നെ ഇന്ത്യയുടെ അക്ഷാംശീയ വ്യാപ്തിയും രേഖാംശീയ വ്യാപ്തിയും ഏകദേശം 30 ഡിഗ്രി വീതമാണ് ഉള്ളത്. പിന്നെ അടുത്തായിട്ട് വിസ്തീർണ്ണമാണ്. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7ാമത്തെ രാജ്യമാണ്. ഇന്ത്യയുടെ വിസ്തീർണ്ണം എന്ന് പറയുന്നത് 3.28 ദശലക്ഷം കിലോമീറ്ററാണ്, ചതുരശ്ര കിലോമീറ്ററാണ്. ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി എന്ന് ചോദിച്ചാൽ അത് ചോദിച്ചിട്ടുണ്ട്. 2.4% ലോകത്തിൻ്റെ. പിന്നെ അടുത്ത ഇന്ത്യയേക്കാൾ വലിപ്പം കൂടിയ രാജ്യങ്ങളാണ് റഷ്യ, കാനഡ, USA, ചൈന, ബ്രസീൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 2933 കിലോമീറ്ററാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്ക് ഭാഗം അറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടൽ എന്ന പേരിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം അറിയപ്പെടുന്നത് അറബിക്കടൽ എന്നാണ്. ഇന്ത്യയുടെ അതിർത്തികളാണ് അടുത്തായിട്ട് പറയുന്നത്. വടക്ക് ഹിമാലയ പർവ്വതമാണ്, വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ്, സുലൈമാൻ മലനിരകൾ തുടങ്ങിയവയാണ്. വടക്ക് കിഴക്ക് പൂർവാഞ്ചൽ മലനിരകളാണ്. തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ്. പിന്നെ 2004 ഉണ്ടായ സുനാമിയിൽ ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേ മുനമ്പായ ഇന്ദിര പോയിൻ്റ് സമുദ്രജലത്തിൽ മുങ്ങിപ്പോയി. പിന്നെ ഇന്ത്യയുടെ രാജ്യാതിർത്തി എന്നത് തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. പിന്നെ ഇഞ്ചസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ തെക്ക് അതിർത്തി ബംഗാൾ ഉൾക്കടലിൽ 6.45 ഉത്തര അക്ഷാംശം വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് ഏതൊക്കെ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, മാലദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയവയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലകൊള്ളുന്ന അയൽ രാജ്യങ്ങളായ ദ്വീപുകളാണ് ശ്രീലങ്ക, മാലദ്വീപ് തുടങ്ങിയവയാണ്. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മന്നാറും പാക് കടലിലേക്കുമാണ്. പിന്നെ ഇന്ത്യയുടെ കടൽ തീരമാണ് അടുത്തായിട്ട് പറയുന്നത്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 7517 കിലോമീറ്ററാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഉപദ്വീപ് വിഭാഗം ഇന്ത്യക്ക് പ്രദാനം ചെയ്യുന്ന തീരപ്രദേശം 6100 കിലോമീറ്ററാണ്. പിന്നെ ബംഗാൾ ഉൾക്കടലിലെ ദ്വീപ് സമൂഹങ്ങളായ ആൻഡമാൻ നിക്കോബാറിൻ്റെയും അറബിക്കടലിലെ ലക്ഷദ്വീപ് സമൂഹങ്ങളുടെയും തീരപ്രദേശങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തീരദൈർഘ്യം എന്ന് പറയുന്നത് 7517 കിലോമീറ്ററും 7516.6 കിലോമീറ്ററുമാണ്. പിന്നെ ഇന്ത്യയുടെ കനക സമയം, ഇന്ത്യയുടെ കനക രേഖാംശം എന്ന് പറയുന്നത് 88 ഡിഗ്രി 30 ഈസ്റ്റാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ മാരക രേഖാംശം കണക്കാക്കുന്നത് 7 ഡിഗ്രി 30 ഗുണിതങ്ങളായ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പിന്നെ ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ എത്ര മുന്നിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മണിക്കൂർ 30 മിനിറ്റുമാണ്. പിന്നെ മാനക രേഖാംശം കടന്നു പോകുന്ന ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളാണ് അലഹബാദും കാക്കിനഡയാണ്. പിന്നെ ഇന്ത്യൻ മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ രാജ്യങ്ങളാണ്. പിന്നെ കാശ്മീരിൽ അനുഭവപ്പെടുന്ന അളവിൽ രാത്രിയുടെ പകലിൻ്റെ ദൈർഘ്യം കന്യാകുമാരിയിൽ അനുഭവപ്പെടാത്തതിന് കാരണം തെക്ക് നിന്ന് വടക്കോട്ട് നീങ്ങുമ്പോൾ അക്ഷാംശ വ്യാപ്തി രാവിൻ്റെ പകലിൻ്റെ ദൈർഘ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാററ്റവും തമ്മിൽ അനുഭവപ്പെടുന്ന സമയ വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂറോളമാണ്. പിന്നെ ഉത്തരായന രേഖയാണ് അടുത്തായിട്ട് പറയുന്നത്. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ രണ്ടായി വിഭജിക്കുന്ന അക്ഷാംശ രേഖയാണ് 2023 ½ ഡിഗ്രി നോർത്താണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ത്രിപുര, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം തുടങ്ങിയ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ USA സ്ഥാനമേഖലകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 7ആണ്. കാനഡയുടെ സമയമേഖലകളുടെ എണ്ണം 6ആണ്. അടുത്തായിട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28ആണ്. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8ആണ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരം ന്യൂഡൽഹിയാണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം വിഭജിക്കപ്പെട്ടത് 2014 ജൂണിലാണ്. ആന്ധ്രാപ്രദേശിനെ വിഭജിച്ചുകൊണ്ട് നിലവിൽ വന്ന പുതിയ സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നത്.
ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനം വിഭജിക്കപ്പെട്ടത് 2019 ജമ്മു ആൻഡ് കാശ്മീർ വിഭജിച്ചുകൊണ്ട് നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കുമാണ്. പിന്നെ ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നീ കോട്ട ഭരണ പ്രദേശങ്ങളെ സംയോജിച്ചുകൊണ്ട് പുതിയ കോട്ട ഭരണ പ്രദേശം നിലവിൽ വന്നത് 2020 ജനുവരി 26 പിന്നെ ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്നത് തലസ്ഥാനം എന്ന പേരിലാണ്. പിന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അവയുടെ തലസ്ഥാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, അതിൻ്റെ തലസ്ഥാനം അമരാവതിയാണ്. അരുണാചൽ പ്രദേശിൻ്റെ ഇറ്റാനഗറാണ്. അസമിൻ്റെ ദിസ്പൂറാണ്. ബീഹാറിൻ്റെ പാട്നയാണ്. ഛത്തീസ്ഗഡിൻ്റെ റായ്പൂരാണ്. ഗോവ പനാജി, ഗുജറാത്ത് ഗാന്ധിനഗർ, ഹരിയാന ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ് ഷിംലയാണ്. ജാർഖണ്ഡ് റാഞ്ചി, കർണാടക ബംഗളൂരു, കേരളം തിരുവനന്തപുരമാണ്. മധ്യപ്രദേശ് ഭോപ്പാലാണ്. മഹാരാഷ്ട്ര മുംബൈയാണ്. പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ തലസ്ഥാനമാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ പോർട്ട് ബ്ലെയർ, ചണ്ഡീഗഡാണ്. പിന്നെ ദമാൻ ആൻഡ് ദിയു, ദാദ്ര ആൻഡ് നഗർ ഹവേലി, ദാമനാണ്. ലക്ഷദ്വീപ് കവരത്തിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്.